ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഒക്ടോബർ 5. ലജ്ജിക്കുക ഭാരതമേ. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് 75 ആണ്ട് കഴിഞ്ഞിട്ടും ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നത് ദുഃഖകരമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പറയുമ്പോൾ ആത്മാഭിമാനമുള്ള എല്ലാ മനുഷ്യർക്കും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. രാജ്യ പുരോഗതിക്കും പാർശ്വവൽകൃത സമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ അന്തസ്സുള്ള ജീവിതത്തിനും ജാതി വ്യവസ്ഥ എത്രത്തോളം വിഘാതമാണെന്ന് കൂടിയാണ് സുപ്രീം കോടതി സാക്ഷ്യപ്പെടുത്തുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും സമന്മാരാണെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകളെയും സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം എന്നീ ആശയങ്ങളെയുമാണ് ഇത്തരം വിവേചനങ്ങൾ റദ്ദാക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ തടവുകാർക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്ന സമ്പ്രദായം ഉടൻ നിർത്തലാക്കണമെന്ന് അഭിപ്രായപ്പെട്ടാണ് സുപ്രീം കോടതി ജാതി വിവേചനത്തെക്കുറിച്ച് മേൽപ്പറഞ്ഞ നിരീക്ഷണം നടത്തിയത്. ജയിൽ രജിസ്റ്ററുകളിൽ നിന്ന് ജാതികളും തടവുകാരുടെ ജാതി സൂചിപ്പിക്കുന്ന വിവരങ്ങളും നീക്കണം. ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിലിൽ വിവേചനം തുടരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലുകളിൽ കാതലായ മാറ്റം വരുത്തണം എന്നെല്ലാമുള്ള ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം എല്ലാ അർത്ഥത്തിലും സ്വാഗതാർഹമാണ്. വർണ്ണാശ്രമ ധർമ്മത്തിന് അടിത്തറ പാകിയ ഋഗ്വേദവും മനുസ്മൃതിയുമെല്ലാം രചിക്കപ്പെട്ട കാലത്തെ അവസ്ഥയിൽ നിന്ന് രാജ്യത്തിൻ്റെ പല മേഖലകളും അധികമൊന്നും മുന്നോട്ട് പോയിട്ടില്ലെന്ന് അടിവരയിടുകയാണ് സുപ്രീം കോടതി. ദളിത് വിഭാഗത്തിൽപ്പെട്ട തടവുകാർ കക്കൂസ് കഴുകലും അടിച്ചു തുടക്കലും വൃത്തിയാക്കൽ ജോലികളും ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ മേൽജാതിക്കാരെന്ന് വിശേഷിക്കപ്പെടുന്നവർക്ക് പാചകമടക്കമുള്ള ജോലികളാണ് നൽകുന്നത്. തടവിലാക്കപ്പെട്ടവർക്ക് പോലും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കുന്നു സുപ്രീം കോടതി. രാജ്യത്തെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിൽ നടമാടുന്ന ജാതി വിവേചനത്തിലേക്ക് തന്നെയാണ് സുപ്രീം കോടതി വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകൾ വളരെ മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഋഗ്വേദത്തിൽ പറയുന്നത് വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, തുടയിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനുമുണ്ടായി എന്നും പറയുന്നു. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ മനുസ്മൃതി ഊന്നി പറയുന്നത് വർണ്ണാശ്രമധർമ്മം നടപ്പാക്കണമെന്നും സ്ത്രീകളെ അടിമകളാക്കി നിലനിർത്തണമെന്നുമാണ്. ബ്രാഹ്മണർക്ക് വേദങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള അവകാശം ദൈവം നിർണയിച്ചുവെന്നും മറ്റുള്ളവരുടെ നന്മയ്ക്കായി യജ്ഞങ്ങൾ ചെയ്യുവാനും ദാനങ്ങൾ സ്വീകരിക്കുവാനും അവർ നിയോഗിക്കപ്പെട്ടുവെന്നുമാണ് മനുസ്മൃതി പറയുന്നത്. ഈശ്വരൻ ശൂദ്രന് വിധിച്ചിരിക്കുന്നത് മറ്റ് 3 വർണ്ണത്തിലുള്ളവരെ അനുസരണയോടെ പരിചരിക്കുക എന്നത് മാത്രമാണ്. അവർ വേദങ്ങളെന്ന തിരുവെഴുത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കും, നാവ് തുണ്ടം തുണ്ടമാക്കും. 2.5-3 സഹസ്രാബ്ദങ്ങൾക്കെങ്കിലും മുമ്പ് രചിക്കപ്പെട്ട ഈ മതഗ്രന്ഥങ്ങളിലെ കുറിപ്പടികൾ അക്ഷരം പ്രതി പാലിക്കപ്പെടുന്ന ഇടങ്ങളായി ഈ ഭാരതത്തിലെ ജയിലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു എന്ന ദയനീയ വസ്തുതയാണ് പുറത്തു വരുന്നത്. മനുദർശനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന BJP നയിക്കുന്ന സർക്കാർ ഭരിക്കുമ്പോൾ ഈ ദുരിതാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. RSSും സംഘപരിവാറും പ്രചരിപ്പിക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ ആശയങ്ങൾ വാസ്തവത്തിൽ പാർശ്വവൽകൃതരെയും സ്ത്രീകളെയും അടിമകളാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴും പൊതുകിണറുകളിൽ നിന്നും ടാപ്പുകളിൽ നിന്നും വെള്ളമെടുക്കാൻ അവകാശമില്ലാത്ത ദളിത് വിഭാഗക്കാരുണ്ട്. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ ദളിതർക്കും അല്ലാത്തവർക്കും പ്രത്യേകം ഗ്ലാസുകളിൽ ചായ നൽകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ മലയാളികൾ ഞെട്ടലോടെയാണ് വായിച്ചത്. ചെരുപ്പിട്ട് പൊതുനിരത്തിലൂടെ ദളിതർക്ക് നടക്കാൻ അവകാശമില്ലാത്ത ദളിതരുടെ മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാൻ വിലക്കുള്ള നാടുകളുണ്ട് ഈ ഭാരതത്തിൽ. ജനപ്രതിനിധികളായ ദളിതർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പഞ്ചായത്ത് ഓഫീസുകളിൽ കസേര നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളും നിരവധി. ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതീയമായ ചൂഷണവും വർഗപരമായ ചൂഷണവും പരസ്പര ബന്ധിതമാണ്. കാർഷിക അടിമത്തത്തിൻ്റെയും ഫ്യൂഡൽ ആധിപത്യത്തിൻ്റെയും ശക്തമായ ഘടകങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അതിനെതിരെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾക്ക് രാജ്യവ്യാപകമായി സംഘടിക്കേണ്ടതുണ്ട്. ജാതി വിവേചനങ്ങൾക്കെതിരെ ഗുരുവായൂർ സത്യാഗ്രഹമടക്കമുള്ള ഉജ്ജ്വലമായ സമരങ്ങൾക്ക് സാക്ഷിയായ കേരളത്തിൽ അത്തരം സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് തുടർച്ച നൽകിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ക്ഷേത്രങ്ങളിൽ ദളിത് പൂജാരിമാരെ നിയമിക്കാൻ LDF സർക്കാർ തീരുമാനിച്ചത് ചരിത്രപരമായ മുന്നേറ്റമാണ്. തമിഴ്നാട്ടിൽ ജാതി മതിലുകൾ തകർത്തെറിയാൻ മുന്നിൽ നിൽക്കുന്ന CPIM തന്നെയാണ് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ സമരങ്ങൾക്കൊപ്പം ഐത്താചാരണത്തിനെതിരെയുള്ള സമരങ്ങളുടെയും മുന്നണിയിൽ.